ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂലൈ മാസം 14-ാം തീയതി ഞായറാഴ്ച ദിവസം 1199 മിഥുനമാസം 30-ാം തീയതി, ഇന്ത്യൻ തീയതി ആഷാഢ മാസം 23-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:14 അസ്തമയം വൈകുന്നേരം 6:41 നാളത്തെ തിഥി അഷ്ടമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച വൈകിട്ട് 7:16 ചിത്ര നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച രാത്രി 10:07 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്ര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിത്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ കന്നിക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ തുലാക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ ജനിക്കുന്ന കുട്ടികൾ കന്നിക്കൂറിലുള്ളതാണോ അതോ തുലാക്കൂറിലുള്ളതാണോ എന്നറിയുവാനായിട്ട് ഞാനിപ്പോൾ പറയുന്ന സമയം മനസ്സിലാക്കുക. ശനിയാഴ്ച വൈകിട്ട് 7:16 മുതൽ ഞായറാഴ്ച രാവിലെ 7:16 വരെ ജനിക്കുന്ന കുട്ടികൾ കന്നിക്കൂറിൽപ്പെട്ട ചിത്ര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഞായറാഴ്ച രാവിലെ 7:16 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ ഞായറാഴ്ച രാത്രി 10:07 വരെ ജനിക്കുന്ന കുട്ടികൾ തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കാരണം ഈ ചിത്ര നക്ഷത്രത്തിൻ്റെയൊക്കെ പ്രത്യേകിച്ച് സമയം മനസ്സിലാക്കിയിരിക്കണം. ഏത് കൂറിൽപ്പെട്ട നക്ഷത്രമാണ്, കന്നിക്കൂറിൽപ്പെട്ടതാണോ തുലാക്കൂറിൽപ്പെട്ടതാണോ എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അത് അത്യാവശ്യമാണ്. ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് ഈ നക്ഷത്രത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ഇപ്പോൾ ആ നക്ഷത്രം ജനിച്ച കൂറ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനാണ് ഞാനിങ്ങനെ പ്രത്യേകം പറയുന്നത്. ഇപ്പോൾ വിവാഹകാര്യത്തിനോ അല്ലെങ്കിൽ ഗ്രഹനില തയ്യാറാക്കുവാൻ വേണ്ടിയോ ഒക്കെ ഈ സമയം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് കന്നിക്കൂറിൽപ്പെട്ടതാണോ തുലാക്കൂറിൽപ്പെട്ടതാണോ എന്ന് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ കൃത്യമായിട്ട് സമയം പറഞ്ഞു തരുന്നത്. അത് പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കിയെടുക്കുക. ചിത്തിര നക്ഷത്രം എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത മഹേശ്വരനാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം പുലിയാണ്, ഭൂതം അഗ്നിയാണ്, പക്ഷി കാകനാണ്, വൃക്ഷം കൂവളമാണ്, ചൊവ്വാദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അഥവാ ചിത്തിര നക്ഷത്ര ജാതകരുടെ ജീവിതം ആരംഭിക്കുന്ന ദശാകാലം ചൊവ്വാദശാകാലം, ചൊവ്വാദശാകാലത്തുകൂടിയാണ് അവരുടെ ജീവിതം ആരംഭിക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ചിത്തിര നക്ഷത്രത്തെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം, നാളത്തെ നക്ഷത്ര ദിവസം, നാളെ ചിത്ര നക്ഷത്രമാണ്, ഞായറാഴ്ച ദിവസവുമായി കൂടിച്ചേരുന്നു. അനുകൂലമായ നല്ല ഫലങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുന്നത് എന്നുള്ളതാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം തിരുവോണം, അവിട്ടം, ആയില്യം, പൂരം, മകയിരം, തിരുവാതിര ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. തിരുവോണം, അവിട്ടം, ആയില്യം, പൂരം, മകയിരം, തിരുവാതിര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത്, വന്നു ചേരുമെന്ന് ഉറപ്പ് പറയുകയല്ല, സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സാധ്യതയുള്ളത് അശ്വതി, ഉത്രം, മകം, പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാർ നാളത്തെ ദിവസം ശ്രദ്ധിക്കണം. നാളെ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നാളെ അവർക്ക് അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ധനപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ അവർക്ക് ശത്രുതയായി അല്ലെങ്കിൽ തിക്താനുഭവങ്ങൾ നൽകുന്നൊരു ദിവസമായിരിക്കും. നാളത്തെ ദിവസം ശത്രുതയായി വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും. ചതി പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. നാളത്തെ എല്ലാ ഇടപാടുകളും വളരെ സൂക്ഷിക്കണം. വാഹനം ഓടിക്കുമ്പോഴും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഏർപ്പെടുമ്പോഴും എപ്പോഴും ഒരു ചിന്ത മനസ്സിൽ, ഇന്നെനിക്ക് അത്ര അനുകൂലമായ ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞ് പെരുമാറുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നൊരു കാര്യമാണ്. ഇനി നാളെ ഞായറാഴ്ച ദിവസമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ, നാളെ അവധി ദിവസമല്ലേ, പൊതു അവധിയാണ്. എല്ലാവരും കൂടുതൽ ആൾക്കാർക്കും ജോലിയില്ലാത്ത ദിവസം, ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന ദിവസം. അങ്ങനെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുവാൻ പോകുന്നവർ നാളത്തെ ഈ ശുഭസമയം ഒന്ന് ശ്രദ്ധിക്കുക. രാവിലെ 6:14 മുതൽ 9:14 വരെ ശുഭസമയമാണ്. പിന്നീട് 10:44 മുതൽ ഉച്ചകഴിഞ്ഞ് 3:14 വരെയും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം പറഞ്ഞിരുന്നു. ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം,
സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 14, ഒറ്റ സംഖ്യ ആക്കണം, 5 വരും. അങ്ങനെ ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ഒറ്റസംഖ്യ അല്ലെങ്കിൽ ജന്മസംഖ്യ 5 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അങ്ങനെ അനുകൂലമായൊരു ദിവസമല്ല. പ്രതികൂലമായ അനുഭവം വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാതിരിക്കുവാൻ വേണ്ടി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ സഹായകരമാകും. അപ്പോൾ ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും പേരിൽ EHNX എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതും നല്ലതായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാൻ കാരണമായി തീരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് എന്നും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് കറണ്ടിൻ്റെ പ്രശ്നം, ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നും ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാലും ഞാൻ എങ്ങനെയാലും വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ എന്നോട് സഹകരിക്കുക. നമ്മുടെ കാലാവസ്ഥയൊക്കെ അനുകൂലമായി കഴിയുമ്പോൾ എല്ലാ ദിവസവും രാവിലെ തന്നെ പബ്ലിഷ് ചെയ്യാം. ഇപ്പോൾ കറണ്ടിൻ്റെ പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ താമസിച്ചു പോകുന്നത്. അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം എന്നത് നാളെക്കുറിച്ചുള്ളൊരു ലഘു വിവരണം അല്ലെങ്കിൽ ഒരു അറിവ്. അത് അങ്ങനെ തന്നെ പ്രിയപ്പെട്ടവർ കാണുക, കേൾക്കുക. അതനുസരിച്ച് നാളത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പെടുക. ജീവിതത്തിൽ ക്രമീകരണം വേണമെങ്കിൽ ക്രമീകരിക്കുക. അപ്പോൾ ജീവിത വിജയം ഉണ്ടാകും. നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മ ഏറെക്കുറെ അനുകൂലമാണ്. കുടുംബപരമായ നേട്ടം, ധനപരമായ നേട്ടമൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. നല്ല സുഹൃത്തുക്കൾ, നല്ല ഭാര്യ, നല്ല കുട്ടികൾ, അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ബന്ധുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. തൊഴിൽപരമായ നേട്ടമുള്ള ദിവസമാണ്. നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. എന്നിരുന്നാലും ചിലരെ സംബന്ധിച്ച് കുടുംബസുഖത്തിലും ധനപരമായ വിഷയത്തിലും അല്പം ക്ലേശം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഞാൻ അശ്വതിക്ക് നാളെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യവുമുണ്ട്. അശ്വതി നാളുകാർ സൂക്ഷിക്കുക. അതുപോലെ തന്നെ അശ്വതി നാളുകാരുടെ ദശാകാലം സംബന്ധിച്ച് അവർക്ക് അനുകൂലമായ സമയമാണെങ്കിൽ നാളത്തെ ദിവസം അവർക്ക് ഈ പറയുന്ന അനുഭവങ്ങളല്ല, നല്ല അനുഭവങ്ങൾ തന്നെ വേറെ വന്നു ചേരുമെന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാർ, അതായത് അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരൊക്കെ പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമിതമായി നാളത്തെ ദിവസം പല കാര്യങ്ങളിലും അവർക്ക് അമിതമായ താല്പര്യം വന്നു ചേരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവരുടെ മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷവും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അത്ര അനുകൂലമായൊരു ദിവസമല്ലെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരുമായ ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. ഭാര്യയുമായിട്ടും ഭർത്താവുമായിട്ടും മക്കളുമായിട്ടും ഒക്കെ ശത്രുതയ്ക്ക് സാധ്യതയുള്ള ദിവസമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നാളത്തെ ദിവസം തലവേദനയാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മൈഗ്രെയിൻ്റെ അസുഖമുള്ളവർക്ക് നാളത്തെ ദിവസം അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസവുമാണ്. പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. പിതാവ് മുഖേന അവർക്ക് കുടുംബത്തിൽ ധനം വന്നു ചേരുമെങ്കിലും പിതാവ് മുഖേന സ്വസ്ഥതക്കേട്, സമാധാനക്കുറവൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അതുമാത്രമല്ല, പല വിധത്തിലുള്ള കഷ്ടതകളും നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം. അപ്പോൾ തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമാണ്. മാതാവ് മുഖേനയുള്ള കാര്യവിജയമായിരിക്കും നാളത്തെ ദിവസം അവർക്കുണ്ടാകുക. അതായിരിക്കും അവരുടെ നേട്ടം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമൊക്കെ നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. ദൈവാധീനക്കുറവ് അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും. നീചരുമായി കൂട്ടുകൂടുവാൻ സാധ്യതയുണ്ട്. നീചബന്ധത്തിലകപ്പെടുന്നൊരു ദിവസമായിരിക്കും. ആപത്തനർത്ഥങ്ങൾ
വന്നു ചേരാൻ സാധ്യതയുണ്ട്, അപകടങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, മക്കൾക്ക് പലവിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ നാളത്തെ ദിവസം മാതാവ് മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. മാതാവ് മുഖേന കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമാണ്. മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള വിജയമാണ് ഇവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ അനുഭവങ്ങളായി വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ബന്ധുക്കൾ മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായി അത്ര അനുകൂലമായ ദിവസമല്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്ക് അനുഭവത്തിൽ നിൽക്കുന്നൊരു സമയം കൂടിയാണ്. എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഈ പറയുന്ന ദോഷങ്ങളൊന്നും വന്നു ചേരാത്തവരുമുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം 3/4 നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയമായില്ല നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമല്ല. പലവിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണ്. പിതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങൾ, ധനനഷ്ടം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ബുദ്ധിപരമായ പരാജയം സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. നേത്ര രോഗം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ധനനഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുത്രദുഃഖം, പുത്രന്മാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി അതുമൂലം പുത്ര ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പിതാവിനോട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാൽ പൂയമായില്ല നാളുകാരെ സംബന്ധിച്ച് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസവും കൂടിയാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം മാതാവ് മുഖേന ബന്ധുക്കൾ മുഖേനയുള്ള ധനനേട്ടവും അവർക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള ധനനേട്ടവും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസവുമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ട് ശത്രുതയ്ക്കും സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം 4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകദിനം അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ കുടുംബത്തിൽ ധനം വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. മാതാവ് മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബന്ധുക്കൾ മുഖേനയും ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. വളരെ അനുകൂലമായ ദിവസമാണ്. വ്യാപാരികൾക്കൊക്കെ ആണെങ്കിൽ വ്യാപാര നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. ശത്രുനാശം സംഭവിക്കുന്ന ദിവസമാണ്. കീർത്തിയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിലരിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അതുപോലെ തന്നെ പുത്രദുഃഖവും അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നല്ല ആരോഗ്യമുള്ള ശരീരസ്ഥിതിയുമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മ ഏറെക്കുറെ അനുകൂലമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും അത്ര തൃപ്തി വന്നില്ല എങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദിവസമാണ്. മാതാവ് മുഖേനയുള്ള നല്ല രാജകീയമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അതാണ് അവരുടെ ജീവിതത്തിലെ വലിയൊരു പ്രത്യേകത. സത്യസന്ധരായി പ്രവർത്തിക്കുന്ന ദിവസമാണ്. ദൈവവിശ്വാസത്താൽ അവരുടെ ജീവിതത്തിൽ ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. നല്ല അറിവുള്ളവരെ പോലെ പെരുമാറുകയും അറിവുള്ളവരോട് ഇടപഴകുകയും ചെയ്യുന്നൊരു ദിവസം. ബന്ധുജന ഭാഗ്യം ഉണ്ടാകുന്ന ദിവസം. എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പിതാവുമായിട്ടുള്ള അനിഷ്ടത്തിന് സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായ ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം വിദേശവാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നൊരു ദിവസമായിരിക്കും. അറിവുള്ളവരെയൊക്കെ ബഹുമാനിക്കുമെങ്കിലും അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെങ്കിലും കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. എന്നാൽ പിതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങളും വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായും അത്ര അനുകൂലമായ ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം 4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരാൻ സാധ്യതയുള്ള ദിവസമാണ്. ഭാര്യാഭർത്തൃ സുഖഹാനി ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മനോദുഃഖം, മാനഹാനി എന്നിവയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാപപ്രവർത്തികൾ ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മനസ്സിന് നാളത്തെ ദിവസം ഉറപ്പില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നൊരു ദിവസമാണ്. അങ്ങനെ പല സാഹചര്യം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതുകൊണ്ട് കോപം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം കോപം കൊണ്ട് പല കാര്യങ്ങളിലും പാവപ്രവർത്തികളും ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ക്രൂരകൃത്യങ്ങളും ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവരെ സംബന്ധിച്ച് പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമല്ല. മാതാവിൻ്റെ സ്ഥിതി നാളെ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവിനെ സംബന്ധിച്ച്
പിതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങൾ അവരുടെ കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും വന്നു ചേരാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹാനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ധനധാന്യ നേട്ടം നാളത്തെ ദിവസം അവരിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ്. കീർത്തിയും അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്ന സാധ്യതയുള്ള ദിവസമാണ്. ദാമ്പത്യ വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സ്നേഹം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. ശത്രുക്കളെ ജയിച്ച് സൽപ്രവർത്തികൾ ചെയ്യുന്നൊരു ദിവസമാണ്. അങ്ങനെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു സമയമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം ധനസ്ഥിതി മെച്ചമായിരിക്കും. ബന്ധുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കാം. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. സുഖഭോഗങ്ങളിൽ ചിലപ്പോൾ കുറവുണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പുത്രദുഃഖ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ നാളത്തെ ദിവസം ദാരിദ്ര്യം അനുഭവപ്പെട്ട് അല്ലെങ്കിൽ ധനപരമായ വിഷയത്തിൽ ദാരിദ്ര്യം അനുഭവപ്പെട്ട് പണം കടം മേടിക്കുവാൻ സാധ്യതയുണ്ട്. ചിലർ ക്രൂരകൃത്യങ്ങളിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്ന ദിവസമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അലസത, കാര്യപ്രാപ്തിക്കുറവൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖം അവർക്കുണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം വീട്, വസ്തു, വാഹനം എന്നിവ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ വന്നു ചേരാമെങ്കിലും പിതാവ് മുഖേന അതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇക്കാര്യത്തിൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശത്രുത മൂലം പല വിധത്തിലുള്ള നഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പിതാവ് നേടിത്തന്നതാണെങ്കിൽ പോലും പിതാവ് മുഖേന അതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥക്കുറവ് അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദാമ്പത്യ ജീവിത സുഖമുണ്ട്. തൊഴിൽപരമായി വലിയ അനുകൂലമായ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ നാളത്തെ ദിവസം ഈ പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. മാതാവ് മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ പലരുടെയും ജീവിതത്തിലുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ മഹാദേവൻ പ്രവർത്തിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ മഹാദേവൻ പ്രിയപ്പെട്ടവരെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർമെൻറ്റ് ഓഫ് നോളജ്.